Hello Makle. ഈ ഒരു വീഡിയോയിൽ മിസ് പറയാൻ പോകുന്നത് നിങ്ങളുടെ മെജോറിറ്റി ആൾക്കാർ അതായത് നീറ്റ് എക്സാമിന് +1ന്റെ കൂടെ പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ കുട്ടികളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമായിരിക്കും. സ്കൂളിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ നീറ്റ് കോച്ചിങ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഹോം വർക്ക്, പിന്നെ നീറ്റിൻ്റെ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ്, ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ നീറ്റിൻ്റെ ക്ലാസ്സുകളും സ്കൂളിലെ ക്ലാസ്സുകളും നമ്മൾ സെൽഫ് സ്റ്റഡിയും എല്ലാം കൂടെ മാനേജ് ചെയ്ത് പോവാം? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ യഥാർത്ഥ ചാലഞ്ചുകൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റില്ല. കാരണം അറ്റൻഡൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്നാണ് നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ നിങ്ങളുടെ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്നാണ് സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ടാവും അല്ലേ. അതായത് നമ്മൾ കോച്ചിങ്ങിൽ പോയി കഴിഞ്ഞാലാണ് നമുക്ക് നീറ്റിൻ്റെ കാര്യങ്ങൾ, നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ആൻഡ് കോച്ചിങ്ങിന് വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നീറ്റിൻ്റെ കാര്യങ്ങൾ കിട്ടും. ആൻഡ് ചില മക്കൾ ഇപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ ഒക്കെ പൃഥ്വി ബാച്ചിലാണെങ്കിൽ നമ്മൾ പബ്ലിക് എക്സാമിൻ്റെ കാര്യങ്ങളും നമ്മൾ ഇവിടെ തന്നെ എടുക്കുന്നുണ്ട്. ദെൻ സെൽഫ് സ്റ്റഡി എന്നുള്ളത് നീറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഈ സെൽഫ് സ്റ്റഡിക്കുള്ളൊരു സമയം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പം ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാം? അതിൽ രണ്ടാമത്തെ കാര്യമാണ് നമ്മളൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്ലെക്സിബിൾ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ദിവസം എൻ്റെ ടൈം ടേബിൾ ഇതാണ്, ഞാൻ ഇതിൽ നിന്ന് അനങ്ങില്ല, ഞാൻ ഇത് തന്നെ ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പ്രഷർ വരും. നമുക്കത് ചെയ്യാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്താണ്, അയ്യോ എനിക്ക് പറ്റില്ല, ഞാൻ ഇത് ചെയ്തില്ല, ഞാൻ പ്ലാൻ ചെയ്ത കാര്യം നടന്നില്ല, അങ്ങനെയൊക്കെ ആയിപ്പോൾ. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മൺഡേ ടു ഫ്രൈഡേ നമ്മളുടെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങളിപ്പോൾ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ഇപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ അഗ്നി ക്ലാസ്സുകളൊക്കെ ഈ പറഞ്ഞ രീതിയിൽ മൺഡേ ടു ഫ്രൈഡേ ആണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോൺസെപ്റ്റ് മനസ്സിലാക്കാം. ആ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്കൂളിലെ ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ സാറ്റർഡേ സൺഡേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ നീറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. അവിടെ നിങ്ങൾക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ടെസ്റ്റ് എടുക്കാം, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ എക്സാമിനറുടെ പൃഥ്വി ബാച്ചിലുള്ള മക്കൾക്കാണെങ്കിലും നമ്മളുടെ അഗ്നിയുടെ ക്ലാസ്സുകളാണ് നമ്മൾ മൺഡേ ടു ഫ്രൈഡേ നടക്കുന്നത്. അതിനുശേഷം നമ്മുടെ നീറ്റിൻ്റെ ക്ലാസ്സുകളാണ് എന്ത് ചെയ്യുന്നത്, സാറ്റർഡേ സൺഡേസിൽ നടക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ സ്കൂൾ കാര്യവും നടക്കും, അതേപോലെ തന്നെ നീറ്റിൻ്റെ കാര്യവും നടക്കും. ഇനി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ നീറ്റ് പഠിത്തം എന്നൊക്കെ പോകുന്ന സമയത്ത് നമ്മളുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സ്ട്രെസ്ഡ് ആവുകയാണ്, അത് നമ്മളെ ബോഡീനെ നെഗറ്റീവായിട്ടാണ് ബാധിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല നിങ്ങൾ ഒത്തിരി സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് അവിടെ പോയി കിട്ടും. ഇനി അതിൻ്റെ ഇടയിലോ ഈ സ്ട്രെസ്സിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക, എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ അമ്മ അപ്പം സ്കൂൾ ബസ് വരും, ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, എനിക്ക് എന്തെങ്കിലും മതി, അല്ലെങ്കിൽ ഞാൻ രാവിലത്തെ കഴിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരാവാനാണ് പോകുന്നത്, ഡോക്ടേഴ്സ് ആവാനാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഡോക്ടേഴ്സ് എന്താണ് പേഷ്യൻസിനോട് പറയാം, നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം, നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പോൾ അത് ആദ്യം ആര് പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം അല്ലേ. നിങ്ങൾ ഫ്യൂച്ചറിൽ ഡോക്ടേഴ്സ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഇതിനേക്കാൾ ബിസി ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഹെൽത്ത് നോക്കാനുള്ളൊരു ഹാബിറ്റ് നിങ്ങൾ ഇപ്പോഴേ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 6.5 to 7 മണിക്കൂർ ഉറക്കം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ ഒരു കാരണവശാലും ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ടുള്ള പഠിത്തത്തിനോ എക്സാമിനോ ഒന്നും പോകരുത്. പിന്നെ ആ സമയമില്ലെന്നാൽ വേഗം ജങ്ക് ഫുഡ് കഴിക്കാം, എങ്ങനെ കരുതരുത്. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളുടെ പഠിപ്പിൻ്റെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. നിങ്ങൾക്കൊന്ന് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനും ജസ്റ്റ് ഒന്ന് നടന്ന് നമ്മുടെ ബോഡീനെ ഒന്ന് ആക്റ്റീവ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ചിന്തിക്കാം. ആൻഡ് ലാസ്റ്റ് ടിപ്പാണ്, നമുക്ക് പറ്റുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിലെ ടോപ്പിക്സ് നമ്മുടെ കോച്ചിങ് ടോപ്പിക്സുമായിട്ട് സിങ്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളുടെ എക്സാമിനറിൻ്റെ ക്ലാസ്സുകൾ മിസ് പറഞ്ഞു, അഗ്നി ക്ലാസ്സുകൾ, അതായത് നമ്മളുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വൈകിട്ട് 7 PM to 9 PM ഉണ്ടാവും അല്ലേ. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴും നമ്മുടെ സ്കൂളിനേക്കാൾ നേരത്തെ തുടങ്ങിയതുകൊണ്ട് തന്നെ നിങ്ങളെ സ്കൂൾ ടോപ്പിക്സിനേക്കാൾ മുൻപിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സ്കൂൾ വിട്ട് വന്നിട്ടുള്ള ഈ 7 PM to 9 PM സമയത്ത് നിങ്ങൾ ചാപ്റ്റേഴ്സ് ഓൾറെഡി പഠിക്കുന്നുണ്ട് അല്ലേ. പിന്നെ നിങ്ങൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു 9 to 4 ആണ് നിങ്ങളുടെ സ്കൂളെങ്കിൽ, ഈ സമയത്ത് നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂളിൽ ഈ ക്ലാസ്സുകൾ എടുക്കുമ്പം അത് നിങ്ങളുടെ റിവിഷൻ ആക്കി മാറ്റുക. അപ്പോൾ നിങ്ങൾക്കത് റിവിഷൻ ചെയ്യാൻ വേറൊരു എക്സ്ട്രാ സമയം ആവശ്യം വരില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായി, നമുക്ക് 2 തവണ, ഇവിടെ ഒരു തവണ പഠിച്ചു, ഇവിടെ 2ാമത്തെ തവണ പഠിച്ചു, അതിൻ്റെ ആവശ്യമില്ല. ഓൾറെഡി പഠിച്ച കാര്യമാണെങ്കിൽ 2ാമത്തെ സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് റിവിഷൻ ആയിട്ട് എടുക്കുക.
ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം നമ്മൾക്ക് എന്താണ്, ആ സമയം, നമ്മൾ റിവിഷൻ്റെ സമയം നമ്മളവിടെ ചെയ്തു കഴിഞ്ഞു. അപ്പം നമ്മൾ എക്സ്ട്രാ ടൈം അതിനെ കൊണ്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ രീതിയിലൊന്ന് എന്ത് ചെയ്യുക, എൻ്റെ കുട്ടികളൊന്ന് പ്ലാൻ ചെയ്ത് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ സ്കൂളിലെ കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ കോച്ചിങ്ങിൻ്റെ നീറ്റിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡെയിലി ടൈം ടേബിളും ഒരു വീക്ക്ലി പ്ലാനും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ വീക്ക്ലി പ്ലാൻ മിസ് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സൺഡേസിലൊക്കെ ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, ആ വീക്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എവിടെയൊക്കെ സമയം കിട്ടാൻ ചാൻസ് ഉണ്ട്, അവിടെ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, ആൻഡ് ഡെയിലി നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ഫ്ലെക്സിബിൾ ടൈം, ഞാൻ ഇന്ന് എന്താണ് ചെയ്യുന്നത്, ഇന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. ഈ രീതിയിൽ ഒന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ അനാവശ്യമായിട്ടുള്ള ജഗപൊക്കെ ഒഴിവാക്കാൻ പറ്റും. ജഗപൊക്ക എന്ന് പറഞ്ഞാൽ അത് ഇത് മൊത്തത്തിലുള്ള ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ രീതിയിൽ എൻ്റെ മക്കളൊന്ന് പ്ലാൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ എക്സാമിനറിൻ്റെ പൃഥ്വി ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു പ്ലാനിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.